കബീർ വ്ളോഗ്സിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കബീർ മാട്ടൂൽ. സുഹൃത്തുക്കളെ, ആദ്യം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, ശേഷം ഫോളോ ചെയ്യുക, അതിനുശേഷം വീഡിയോ കാണുക. ഇത് ആലക്കാട് വലിയ പള്ളി, ആലക്കാട് ഏരിയ, ആലക്കാട് ഫാറൂഖ് നഗർ സംയുക്തമായി നടത്തുന്ന നബിദിന റാലിയിലെ മനോഹരമായ കാഴ്ചയാണിത്. നബിദിന റാലിയിൽ സ്വീകരണം നൽകുവാനും പാനീയങ്ങൾ നൽകുവാനും ഇതര മതസ്ഥരും കൂടി ഉണ്ടായി എന്നുള്ളത് ഒരു മാതൃകാപരമായ ഒരു കാര്യം തന്നെയാണ്. നമുക്കറിയാം, ഇന്ന് സോഷ്യൽ മീഡിയ ആയാലും ചാനലായാലും വർഗീയത പരത്തുന്ന ഒരു കാലഘട്ടമാണ്. സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഫേക്ക് ഐഡികളൊക്കെ ക്രിയേറ്റ് ചെയ്ത് വർഗീയത പരത്തുന്ന ഒരു കാലഘട്ടമാണ്. അതിൽ നിന്നും എന്താ പറയുക, ഈ ഒരു മത സൗഹാർദ്ദം, അതായത് ഇവർ എന്ത് ആഘോഷങ്ങളുണ്ടെങ്കിലും അത് വിഷു ആവട്ടെ, ക്രിസ്മസ് ആവട്ടെ, അല്ലെങ്കിൽ ഓണമാവട്ടെ, അതല്ലെങ്കിൽ നബിദിനാവട്ടെ, പെരുന്നാളാവട്ടെ, ഏത് ആഘോഷം ഉണ്ടെങ്കിലും ഇവരുടെ ആ ഒരു സഹകരണം, ആ ഒരു ഒത്തൊരുമ എന്നും ഉണ്ടാവാറുണ്ട്. കഠിനമായ വെയിലായിരുന്നു, കഠിനമായ ചൂടായിരുന്നു. അതൊക്കെ തരണം ചെയ്ത് നമ്മുടെ ഒരു ദാഹം അകറ്റാൻ വേണ്ടി ഇവർക്ക് അതിനു വേണ്ടി ഒരുങ്ങി നിന്ന് തന്നെ വളരെ എടുത്തു പറയേണ്ട ഒരു സംഭവം തന്നെയാണ്. ഇവരുടെ ഒരു സ്നേഹവും സൗഹാർദ്ദവും തന്നെയാണ് അതിന് കാരണമായത്. ഈ ചേർത്തുനിൽപ്പിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളിലൊന്നായി ഈ മനോഹരമായ നബിദിന ഘോഷയാത്രയ്ക്ക് വളരെ സന്തോഷകരമായി ആവേശകരമായി സ്വീകരണം നൽകിയ ഈ പ്രദേശത്തുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങൾ, കാഴ്ച കമ്മിറ്റി ആലക്കാട്, കണ്ണങ്ങാട് അമ്പല കമ്മിറ്റി, വള്ളത്തോൾ വായനശാല കമ്മിറ്റി തുടങ്ങിയ ഈ പ്രദേശത്തുള്ള സഹോദരങ്ങളുടെ ആത്മാർത്ഥമായ ഈ സ്നേഹത്തിന് പരിധികളില്ലാത്ത നന്ദി അറിയിക്കുകയാണ്. ഹിന്ദുവും മുസൽമാനും ക്രൈസ്തവനും മതമുള്ളവനും മതമില്ലാത്തവനും തോളോട് തോൾ ചേർന്ന് ജീവിക്കുന്ന നമ്മുടെ ഈ സുന്ദരമായ ഈ സിറ്റുവേഷൻ, ഈ ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്ത് നിലനിർത്താൻ നമ്മുടെ ഈ കൂട്ടായ്മയും നമ്മുടെ ഈ ഐക്യവും നമ്മുടെ ഈ ചേർത്തുനിൽപ്പും എപ്പോഴും അനിവാര്യമാണ്. ചന്ദനക്കുറിയിട്ട ചന്ദ്രനും കുരിശുമാലയണിഞ്ഞ കുര്യാക്കോസും നിസ്കാരത്താഴ്മുള്ള നിസാറും ഒരു മുത്തുമാലയിൽ കോർത്ത മണികളെ പോലെ ചേർന്ന് നിൽക്കണമെന്ന ചേർത്തുനിൽപ്പിന്റെ സന്ദേശം ഉയർത്തിക്കാട്ടിയ പ്രിയപ്പെട്ട ഈ പ്രദേശത്തുള്ള സഹോദര സമുദായങ്ങൾക്ക് 1000 നന്ദി അർപ്പിക്കുകയാണ്. നിങ്ങളുടെ ഈ സ്നേഹത്തിന്റെയും ഈ